കൊല്ലം കാവനാട് മീൻപിടുത്ത ബോട്ടുകൾക്ക് തീപിടിച്ചു. മുക്കാട് കായലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമിക്കുകയാണ്. വലിയ വെല്ലുവിളി അവിടെ ആ പ്രദേശത്തേക്ക് തീയണയ്ക്കാനുള്ള ഫയർഫോഴ്സ് സംവിധാനത്തിന് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. നമ്മൾ ഈ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നത് ആ പാലത്തിന്, അതായത് മുക്കാട് പാലത്തിന് മുകളിൽ നിന്നുകൊണ്ടാണ്. അവിടെ നിന്നും അവിടെ കുറച്ച് ദൂരം മാറിയാണ് ആ ബോട്ടുകൾ ഇപ്പോൾ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്തേക്ക്, ആ പ്രദേശത്തേക്ക് ഫയർഫോഴ്സിന് എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ചാമക്കടയിൽ നിന്നും പുറപ്പെട്ട 3 യൂണിറ്റ് ഫയർഫോഴ്സിന് ഇതുവരെയും അതിന്റെ തീപിടുത്തത്തിൽ അത് അണയ്ക്കാനുള്ള ശ്രമം ഏതെങ്കിലും നിലയിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്ക് വെച്ച് ഫയർഫോഴ്സ് ഒരു ബോട്ടിൽ അവിടേക്ക് ഇറങ്ങുകയും കായലിലേക്ക് ഇറങ്ങുകയും വെള്ളം പമ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും അത്രയും ദൂരത്ത് നിന്ന് പമ്പ് ചെയ്യാൻ കഴിയാത്തൊരു വലിയ പ്രതിസന്ധി കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ അണയ്ക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അരമണിക്കൂർ സമയമായിട്ടുണ്ട് ഇപ്പോൾ ഈ കത്തി തുടങ്ങിയിട്ട്. ഇത് ആദ്യഘട്ടത്തിൽ, അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ആ കത്തുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചപ്പുറത്തേക്ക് മാറി നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കാം. ഇവിടെ ഈ നങ്കൂരമിട്ടിരിക്കുന്ന മറ്റു ബോട്ടുകൾ, ആ പ്രദേശത്തായിരുന്നു ഈ ബോട്ടും നങ്കൂരമിട്ടിരുന്നത്. ഈ തീ പിടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ആ കെട്ടഴിച്ചു വിട്ടതാകാനാണ് സാധ്യത എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം മറ്റു ബോട്ടുകൾ കൂടി, അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, നിരവധി ബോട്ടുകൾ ഇവിടെ നങ്കൂരമിട്ടിട്ടുണ്ട്. ഈ മുക്കാട് കായലിന്റെ ഒരു പ്രദേശത്ത് നങ്കൂരമിട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ തീ പിടുത്തം തുടങ്ങി ആ സമയത്ത് തന്നെ കയറഴിച്ചു വിട്ട് അത് അവിടേക്ക് പോയതാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് മറ്റു ബോട്ടുകളിലേക്ക് തീ പിടിക്കാത്തത് എന്നുള്ളതാണ്. മാത്രമല്ല ആ ബോട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അതിലൊരു ഉറപ്പ് വരണമെങ്കിൽ കുറച്ച് സമയം കൂടി കഴിയണം. കാരണം മറ്റേതെങ്കിലും ആളുകൾക്ക് ആ പ്രദേശത്തേക്ക് പോകാൻ പോലും കഴിയുന്നില്ല. അവിടെ ബോട്ടിലുണ്ടായിരുന്നവർ മാത്രമാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ അവർക്കും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം വലിയ തീപിടുത്തമാണ്. തീ ഇപ്പോഴും ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഓരോ ഈ ബോട്ടിന്റെ ഓരോ ഭാഗങ്ങൾ പൊട്ടിത്തെറിച്ച് കായലിലേക്ക് വീഴുന്നതുമൊക്കെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. 2 ബോട്ടുകളാണ് ഇപ്പോൾ തീപിടിച്ച് ഇങ്ങനെ പുകപടലമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷങ്ങളുടെ നഷ്ടം എന്തായാലും ഉണ്ടാകും. അത് ആരുടെ ബോട്ടാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ അരമണിക്കൂർ സമയം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കത്തി തുടങ്ങിയിട്ടായത്. അതിന്റെ ഈ തീപിടുത്തം തുടങ്ങിയ ആ സമയത്ത് തന്നെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു തീപിടുത്തത്തിന്റെ വാർത്ത ആദ്യം അറിയിച്ചത്. ആ വാർത്ത ആദ്യം അറിയിക്കാൻ നമുക്ക് കാരണമായത് നമ്മുടെ കൊല്ലത്തെ സാരഥിയായ ശ്രീകാന്തിന്റെ ചടുലമായ ഇടപെടലാണ്. ശ്രീകാന്ത് ഇന്ന് അവധിയാണ്. അവധിക്കിടയിൽ മറ്റൊരു വഴി പോകുന്ന വഴിയാണ് ഈ മുക്കാട് പാലത്തിന്റെ പ്രദേശത്ത് നിന്ന് ശ്രീകാന്ത് ഈ തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങൾ ആദ്യം കാണുന്നത്. അപ്പോൾ തന്നെ അവിടെ നിന്നും ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ഒപ്പം എനിക്ക് അയച്ചു തരികയും. അതിന് പിന്നാലെയാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഇവരും ഇവിടേക്ക് എത്തുന്നതും ഒക്കെ അതിനുശേഷമാണ്. എന്തായാലും വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ബോട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ ഘട്ടത്തിലും ഒരു വ്യക്തത വരാനുണ്ട്.